നമ്മുടെ കയ്യിൽ നിന്ന് കർത്താവ് ടേക്ക് ഓവർ ചെയ്തു, ഏറ്റെടുത്തു. അതുകൊണ്ട് സ്തോത്രം. ദൈവം ഏൽപ്പിച്ച ചില കാര്യങ്ങളിലൂടെ കൂടെ പോകുക. ഒന്നാമത്തേത് റീകൺസൈൽ വിത്ത് ഗോഡ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ അവരുടെ പിതാക്കന്മാരുടെ അകൃത്യം ദൈവത്തോട് ഏറ്റുപറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ, എസെക്കിയേൽ പ്രവാചകൻ, പ്രവാചകന്മാരിൽ പലരും തങ്ങളുടെ അകൃത്യങ്ങൾ, തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയുടെ അകൃത്യം ചെയ്തു, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവസന്നിധിയിൽ തെറ്റ് ചെയ്തു, ഞങ്ങൾ ഇന്ന് ശിക്ഷ അനുഭവിക്കുക. കഴിഞ്ഞ പ്രാവശ്യത്തെ കേഴ്സ് ബ്രേക്കിങ്ങിൽ ഞാൻ ഒരു വാക്കെടുത്ത്, എവിടുന്നായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, ഒരു വാക്ക് ഇങ്ങനെ എടുത്തു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയോട് പാപം ചെയ്തു, അവർ പോയി, ഞങ്ങൾ ഇന്നതിൻ്റെ കയ്പ് അനുഭവിക്കുക. സഭ അല്ലെങ്കിൽ സഭയിലുള്ള ആരെങ്കിലുമൊക്കെ ദൈവത്തോട് അടുക്കുവാൻ താല്പര്യമില്ലാത്തവർ എന്തൊക്കെയോ കാണിച്ചു പോയി. ഞാൻ ബഥേൽ ചർച്ച നല്ല പറയുന്നത്, ആഗോള വ്യാപകമായ ദൈവസഭ ഞങ്ങളതിൻ്റെ തിക്ത അനുഭവങ്ങളിൽ നിന്ന് അനുഭവിക്കുക. കർത്താവേ, മനസ്സലിയണമേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ ഒന്ന് വിടുവിക്കണമേ, ഒന്ന് ഇറങ്ങി വരണമേ എന്ന് ദൈവം മുമ്പിൽ പറയുമെങ്കിൽ ഇന്ന് പകൽ കർത്താവ് ചിലത് ചെയ്യും. ചില വെളിപ്പാടുകൾ കുറഞ്ഞു പോയ ഇടത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ മുതൽ വെളിപ്പാടുകളുടെ ആഴം വീണ്ടും പകരട്ടെ. വെളിപ്പാടുകൾ കുറഞ്ഞു പോയ ഇടത്ത് ഇന്ന് പകൽ മുതൽ നാളത്തേക്ക് മാറത്തില്ല. പരിശുദ്ധാത്മാവ് വെളിപ്പാടുകൾ വീണ്ടും പകരട്ടെ. കർത്താവ് അത് ചെയ്യട്ടെ. രണ്ടാമത്തേത്, നമ്മുടെ കോട്ട കാത്ത് സൂക്ഷിച്ചു കൊള്ളുവാൻ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടുകയാണ്. ആദ്യമായി റീകൺസൈൽ ചെയ്യുക എന്ന ഭാഗം ഞാൻ എടുത്തു കഴിഞ്ഞു. ഓർമ്മ വരുന്ന കുറവുകൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞേ മതിയാകൂ. ഓർമ്മ വരുന്ന ബലഹീന വശങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞേ മതിയാകൂ. ഞാൻ ദൈവവുമായി എടുത്ത പല നിയമങ്ങളും പ്രമാണങ്ങളും എൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കാതെ ഞാൻ അതിനോട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് മാറിയിട്ടുണ്ട്. അങ്ങനെ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ച് കാണാം. ദൈവത്തോട് ഏറ്റുപറയുവാനുള്ളത് ഏറ്റുപറഞ്ഞ് ഒന്നുകൂടെ കൺഫസ് ചെയ്ത് നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാം. കൺഫസിങ് അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ ഏറ്റുപറയാം. രണ്ടാമത്തെ കാര്യം, കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം മുമ്പിൽ താഴുന്നവരെ വിടിച്ചുയർത്തുമെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ പാപം രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞവൻ ഇന്നിതിൻ്റെ നടുവിലുണ്ട്. ബലഹീനതകൾ എനിക്കുണ്ട്, ബലഹീനതയിൽ സഭയിൽ പലർക്കുമുണ്ട്. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏറ്റുപറഞ്ഞ് ആ വിശ്വാസത്തിൻ്റെ ഗൗരവം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. എങ്കിലും യഹോവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ശക്തമായി ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങളുടെ ബലഹീനതകൾ ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്ന ഒന്ന്, യഹോവേ, അങ്ങ് ദേശത്ത് ഒരു രാത്രി മാത്രം രാപാർപ്പാൻ വന്ന വഴിപോക്കനെ പോലെ കൂടാരമടിച്ച് പാർക്കുന്നതിൽ നിന്ന് ഒന്നും മാറണമേ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ അടുക്കൽ വരാൻ താല്പര്യപ്പെടുന്നു. പല ആഴത്തിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഒരു രാത്രിയിൽ മാത്രം കൂടാരമടിച്ച് ദേശത്ത് പാർക്കുവാൻ വന്ന വഴിപോക്കനെ പോലെ അങ്ങ് ഞങ്ങളുടെ നടുവിലായിരിക്കുന്നത് എന്ത്? ദൈവമില്ലയോ? ഉണ്ട്. പക്ഷെ ഒരു രാത്രിയിൽ മാത്രം കൂടാരമടിച്ച് പാർക്കുവാൻ വന്ന ഒരു വഴിപോക്കൻ വീട്ടുകാരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവം ഒന്ന് എഴുന്നേൽക്കണം, നമ്മെ ഒന്ന് ജീവിപ്പിക്കണം. അതിനുവേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ വരാം. നിന്നുപോയ കൃപാവരങ്ങൾ, കുറഞ്ഞുപോയ കൃപാവരങ്ങൾ, പ്രവർത്തിക്കാതെ കിടക്കുന്ന കൃപാവരങ്ങൾ തിരിച്ചു വരട്ടെ. ഈ ഞായറാഴ്ച നമ്മൾ ഡെങ്കു രോഗത്തെ ശാസിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഇന്ന് പ്രാർത്ഥിക്കും. നഷ്ടപ്പെട്ട അധികാരങ്ങൾ സഭയുടെ മേൽ മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട അധികാരങ്ങൾ സഭയുടെ മേൽ മടങ്ങി വരട്ടെ. ദൈവം എന്തെങ്കിലും ഒന്ന് തിരിച്ചു തരുവാൻ നമ്മെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. കൺഫസ് അവർ ഫെയ്ത്ത്. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങ് പ്രവർത്തിച്ചില്ലെങ്കിലും അങ്ങയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മൾ വളർന്നേ പറ്റൂ. ഞാൻ ആ ഭാഗം തൊടാം. ഇതിന് പല പ്രാവശ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്ക് പട്ടണത്തിൽ ഉണർവ് നടന്ന ആദ്യകാലത്ത് എന്നെ ആദ്യം അവിടത്തേക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് പോയ പാസ്റ്റർ ജോർജ് ചാൻ, പാസ്റ്റർ AC ജോർജ് എന്ന് പറയുന്ന ആളാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. ആത്മീയത്തിൽ ഒരുപാട് കാഴ്ചപ്പാടുണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, വർഗീസേ, ഈ
ചെങ്കല്ല് വെട്ടിയെടുക്കുന്നിടത്ത് അല്ല, ഇഷ്ടികയല്ല, വെട്ടുകല്ല്. ചെങ്കല്ലും ഇത് രണ്ടും ഒന്നാന്ന് തോന്നുന്നു. വെട്ടുകല്ല്, കറക്റ്റ് പേര് വെട്ടുകല്ല. വെട്ടുകല്ല് വെട്ടിയെടുക്കാനായിട്ട് വട്ടത്തിൽ കല്ലിൻ്റെ നീളത്തിൽ പൊഴികൾ വെട്ടും, നീളത്തിലും വീതിയിലും. ഇത് കഴിഞ്ഞ് ചരിച്ചൊരു വെട്ടുമ്പോഴേ കല്ല് ഇളകി വരത്തുള്ളൂ, മറ്റേതെല്ലാം വെട്ടിവെക്കുക. അച്ഛൻ എന്നോട് പറഞ്ഞടാ, ഞാൻ ഒരുപാടിടങ്ങളിൽ ഇതുപോലെ പൊഴി വെട്ടി വെച്ചിട്ടുണ്ട്, ഒറ്റ കല്ലിളകിയിട്ടില്ല, ഒറ്റ കല്ല്. സുവിശേഷം പറയുവാൻ കഴിവുള്ളവരെ കൊണ്ട് സുവിശേഷം പറയിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയിലായിരിക്കും മലയാളി കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഏറ്റവും നല്ല ഉപദേശിമാരെ കിട്ടുന്നത്. കാര്യം സാമ്പത്തികമായി വരുമാനമുള്ളത് കൊണ്ട് എല്ലാ നല്ല ഉപദേശമാർക്കും പോകാൻ താല്പര്യമുണ്ട്. എനിക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സഭ ഇത്രയുമായത്. അതുകൊണ്ട് എല്ലാവരും വരും. ഭൂമിയിൽ മലയാളിക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മെസ്സേജ് ലഭിക്കുന്നത് ന്യൂയോർക്കിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് പൊഴി വെട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഒരൊറ്റ കല്ലിളകിയിട്ടില്ല. ചരിച്ചു വെട്ടാൻ നിനക്കറിയാം, നീ ചരിച്ചു വെട്ടണം. സഭകൾ 1, 2, 3, 4, 5, 6 എന്ന് വളരുന്നത് ഞാൻ കണ്ടു. ഒരുപാട് പേര് സ്നാനത്തിന് മുന്നോട്ട് വരുന്നത് ഞാൻ കണ്ടു. ഈ കഴിഞ്ഞ ദിവസമാണ് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ ആഴ്ചയിലാണ് എന്നോട് ഇടപെടുന്നത്. എന്നാൽ ആലയത്തിൻ്റെ അകംവരിയിൽ പണിയേണ്ട പല്ലുകൾ ഇതുപോലെ വെട്ടിയെടുക്കുന്നതല്ല, തോതിൽ വെട്ടി ഈർച്ചവാള് കൊണ്ട് അറുത്ത്. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത പടി തോതിൽ വെട്ടി ഇളക്കി ഈർച്ചവാള് കൊണ്ട് അറുത്ത് നമ്മൾ അവിടോട്ട് തിരിച്ചു വരും. 1-2 ദിവസത്തേക്കകം വരും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ വരും. ഈർച്ചവാള് കൊണ്ട് അറുത്ത് അതിൻ്റെ മെഷർമെൻറ്റിൽ അല്പം പോലും വ്യത്യാസമില്ലാതെ മില്ലിമീറ്റർ അക്യുറസിയിൽ കല്ലുകളെ രൂപീകരിക്കുവാനൊരു കടമയുണ്ട്. കർത്താവേ, അതിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമുള്ള ദൈവകൃപ കർത്താവ് തരണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. ദൈവം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ദിവസങ്ങളിൽ റിസൾട്ട് കാണുമെന്നറിയാം. ഇന്ന് എഴുന്നേൽക്കുന്നതിന് മുന്നമേ റിസൾട്ട് വരുമെന്നറിയാം. ഞങ്ങൾ ഈ ഒരാഴ്ച തീരുന്നതിന് മുന്നമേ പലയിടത്തും വളർന്നിരിക്കുമെന്നറിയാം. നമ്മുടെ വിശ്വാസം ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. ദയവായി നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, അങ്ങ് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, തടയുവാൻ നിൽക്കുന്ന ശത്രുവിൻ്റെ സകല എതിർപ്പുകൾക്കും അപ്പുറത്ത് അങ്ങ് പ്രവർത്തിക്കുമെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ദൈവസന്നിധിയിൽ തരികയാണ്. ഇന്ന് അങ്ങ് പ്രവർത്തിക്കണമേ. ഞങ്ങളങ്ങേ വിശ്വസിക്കുന്ന കർത്താവേ, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ തരുമെന്ന് കൽപ്പിച്ചവനെ, ജാതികളെ അവകാശമായി വംശങ്ങളെ അധികാരത്തോടുകൂടെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സഭയുടെ മേൽ വ്യാപരിച്ച ആത്മാവിൻ്റെ അധികാരം തിരിച്ചു വരട്ടെ. മൂർച്ചയേറിയ ആയുധങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. അതെടുത്ത് വെട്ടിപ്പണിയുവാൻ കഴിവുള്ള ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു തരണമേ. ഞങ്ങളുടെ സഹോദരന്മാരെ കൊണ്ടത് കഴിയണം. കർത്താവ് അത് ചെയ്യിക്കണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാമതൊരു വെളിപ്പാട് കാണിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തതിനപ്പുറത്ത് ദൈവം ചെയ്യുക. മീൻ ഉള്ള ഒരു നദിക്കകത്ത് നഞ്ചിടുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. ഇന്നത് നിയമപ്രകാരം നിരോധിച്ചിരിക്കുക. എന്നാൽ മീനുള്ള ഒരു നദിക്കകത്ത് നഞ്ച് കലക്കുന്നത് കാണാം. മീൻ പിടിക്കാൻ വേണ്ടി ആളുകൾ നഞ്ച് കലക്കും. ആ നഞ്ചിൻ്റെ ആ നഞ്ച് ചെല്ലുന്നിടത്തെല്ലാം, വെള്ളത്തിനകത്ത് കലക്കുന്നൊരു വിഷമാണ്. അത് ചെല്ലുന്നിടത്തെല്ലാം മീനുകൾ ബോധമില്ലാതെ മുകളിലേക്ക് ഉയർന്നു വരുന്നതും മീൻപിടുത്തക്കാർ അതിനെ പിടിച്ചെടുക്കുന്നതും പോലെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ കയ്യിൽ കൃപകൾ തരികയാണ്. ഇതുവരെ നടക്കാതിരുന്ന ചിലത് റിമാഷിയ, ചിലരുടെ കൈ കൊണ്ട് നടത്തേണ്ടതിന് വേണ്ടി ചിലരുടെ കയ്യിൽ ദൈവം ചില സ്വർഗീയമായ ആയുധങ്ങൾ ഏൽപ്പിക്കാൻ പോകുക. അതിനെ ആയുധമെന്ന് പരിശുദ്ധാത്മാവ് വിളിക്കുന്നു. ചില ദൈവിക ആയുധങ്ങൾ ഏൽപ്പിക്കാൻ പോകുക. ഋഷിമന ദക്കിടി റമന്തി മാതേ റവാസിയ, ചിലതിനെ വിരൽ ചൂണ്ടി വേർതിരിക്കുവാൻ കുടുംബങ്ങളെ ഉന്നം വെച്ച് പ്രാർത്ഥിച്ച പലരും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പ്രത്യേക ആയുധത്തിന് മൂർച്ചയില്ലാതെ വണ്ണം, പ്രാർത്ഥന ഫലിക്കാതെ വണ്ണം പോകുന്നെങ്കിൽ ഇന്ന് പകൽ മുതൽ ആയുധത്തിന് മൂർച്ച വരട്ടെ. വിരൽ ചൂണ്ടുന്ന ചിലത്
യേശുവിന്റെ നാമത്തിൽ തൃപ്പാദത്തിൽ വരത്തക്കവണ്ണം താങ്ക് യു ലോർഡ്. ഉന്നം വെച്ചുകൊള്ളുക, എഴുതെടുത്തുകൊള്ളുക എന്ന് തിരുവചനം പണ്ടൊരിക്കൽ അടിയനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ചിലതിനെല്ലാം ഉന്നം വെക്കാൻ പോകുകയാ. ചില ദേശങ്ങളെ ഞങ്ങൾ ഉന്നം വെക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അത് കീഴടങ്ങട്ടെ. അത് കർത്താവ് ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് അത് ചെയ്തു തരണമേ, അത് യേശുവിന്റെ നാമത്തിൽ. ഞാൻ ഇത് പറഞ്ഞതുകൊണ്ട് അതിലിംഗ ജോർജ് സാർ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ള ഒന്നുകൂടി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കോട്ടയം പട്ടണത്തിൽ കർത്താവിൻ്റെ വേല ചെയ്തു വന്ന പാസ്റ്റർ PM ഫിലിപ്പ് അവർ പറഞ്ഞിട്ടുള്ളൊരു വാചകം, കോട്ടയം പട്ടണത്തിൽ പെന്തക്കോസ്തുകാരൻ എന്ന പേരിൽ ഒരുത്തനെ കണ്ടാൽ അവൻ്റെ മുടി ബാർബർ വെട്ടത്തില്ലായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ ഭയങ്കര വില കൊടുത്താണ് ഈ മാർഗത്തിൽ മുന്നോട്ട് വന്നത്. ഭയങ്കര വില കൊടുത്ത പെന്തക്കോസ്തുകാരുടെ മുടി ബാർബർ വെട്ടത്തില്ല. ഒരു പെന്തക്കോസ്തുകാരൻ്റെ മുടി വെട്ടിയാൽ പിന്നെ ബാർബറെ കൊണ്ട് ആരും മുടി വെട്ടിക്കത്തില്ല. പെന്തക്കോസ്തുകാരൻ്റെ മുടി അലക്കുകാർ, തുണി അലക്കുന്നവർ തുണി അലക്ക കൊടുക്കത്തില്ല. പെന്തക്കോസ്തുകാർ അന്യോന്യം മുടി വെട്ടാൻ പഠിച്ചു. BAയുടെയും BCയുടെയും CAയുടെയും മുടി വെട്ടി കൊടുത്തു. അവരന്യോന്യം മുടി വെട്ടി, വേറെ മാർഗമില്ലാതെയായി. ഇന്നും അങ്ങനെ മുടി വെട്ടുന്നവരുണ്ടെന്നറിയാമോ? അത് ഞാൻ ഈ കൂട്ടത്തിലിട്ട് ഇളക്കാൻ വന്നതല്ല. ഇവിടെ നിന്ന് ആരംഭകാലങ്ങളിൽ വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തവർ മുടി വെട്ടാൻ കൊടുക്കുന്ന ഭീമമായ തുക അവർക്ക് അഫോർഡ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മുടി ഒന്ന് വെട്ടിച്ചതിന് $14 ഈ പ്രാവശ്യം. അതൊരു വലിയ എമൗണ്ടാണ്. അങ്ങനെ ഭീമമായൊരു തുക കൊടുക്കാൻ ഒക്കാത്തത് കൊണ്ട് ഉപദേശിമാരിൽ പലരും ഭാര്യമാരെ കൊണ്ട് മുടി വെട്ടിച്ചു. ഇപ്പം ഞാൻ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഞങ്ങൾ വെട്ടിത്തരാമെന്ന്. പക്ഷേ ഞാനിതുവരെ ചെയ്യിച്ചിട്ടില്ല. കാര്യം എന്നെ വിളിച്ചു വരുത്തിയതുകൊണ്ട് നിങ്ങളെ പണി തുടങ്ങണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ചെയ്യിച്ചിട്ടില്ല. പക്ഷേ ഇന്നും പതിവുണ്ട്. പഴയ പെന്തക്കോസ്തിൻ്റെ ചരിത്രത്തിൽ നിന്നാണ്. ഒരു ബസ്സിൽ ഒരാളിനെ കയറ്റത്തില്ല. അക്കാലത്ത് ബസ്സുകളുടെ എണ്ണം കുറവായിരുന്നു, ബോട്ടുകളായിരുന്നു കൂടുതൽ. ഒരു ബോട്ടിൽ ഒരാളിനെ കയറ്റത്തില്ല. ഒരു പെന്തക്കോസ്തുകാരനെന്ന് അറിഞ്ഞാൽ ബോട്ടേ കയറാൻ അനുമതിയില്ല. 10-20 കിലോമീറ്റർ അവൻ നടന്നു പോയേ മതിയാകൂ. അതായിരുന്നു കോട്ടയം പട്ടണത്തിൻ്റെ സ്ഥിതി. അതിലിംഗ ജോർജ് സാർ എന്ന് പറയുന്ന ഒരാളിനെ ദൈവം ശക്തീകരിച്ചു. പാസ്റ്റർ PC എബ്രഹാം സാർ ഇവിടെ വന്നിട്ടുണ്ട്. PC എബ്രഹാം സാറിൻ്റെ സഹപ്രവർത്തകരിൽ ഒരാളായിരുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. സിനിമയ്ക്കൊക്കെ നന്നായിട്ട് പേഴ്സണലി അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും കണ്ടില്ല. ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ കിട്ടി. എപ്പോഴേലും ഞാനൊന്ന് കാണിക്കാൻ നോക്കാം. അദ്ദേഹം പട്ടണത്തിലെ പ്രധാന തെരുക്കളിലൂടെ പോകുമ്പോൾ സാമ്പത്തികമായ ഒരല്പം ഉയർന്നുവെന്ന് തോന്നുന്ന വീടുകൾ കണ്ടാൽ അദ്ദേഹം മെയിൻ റോഡിൽ മുട്ടുകുത്തുമായിരുന്നു. എല്ലാ വീടുകളുമല്ല, പരിശുദ്ധാത്മാവ് ആലോചന കൊടുക്കുന്ന വീടുകൾ, ഓടിട്ടതും. അക്കാലത്ത് ഓടിട്ട വീടുകൾ വളരെ കുറവാണ്, എല്ലാം ഓല കിട്ടിയ വീടുകളാണ്. ഓടിട്ടതും സാമ്പത്തികമായി ഉന്നതമെന്ന് തോന്നുന്നതുമായ വീടുകളിൽ ചിലത് കണ്ടാൽ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ആ കാഴ്ചപ്പാടിനനുസരിച്ച് താൻ റോഡിൽ മുട്ടുകുത്തും, കൈനീട്ടും. ആ വീട് യേശുവിൻ്റെ നാമത്തിൽ വേർതിരിയാം. വിരൽ ചൂണ്ടി വേർതിരിക്കുന്ന ഒരു സിസ്റ്റം തനിക്കുണ്ടായിരുന്നു. കോട്ടയത്തുനിന്ന് പ്രഭു കുടുംബങ്ങളിൽ ഒന്നാമത്തെ കുടുംബം സ്നാനമേൽക്കുന്നതാ 1971 ആരംഭത്തെങ്കിൽ, 71ൻ്റെ ആരംഭത്തെങ്കിൽ കൽക്കട്ടയിൽ നിന്ന് ഡോക്ടർ മാർക്ക് ബണ്ടെയിൻ കോട്ടയത്തെത്തി ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കുവാൻ. അവിടെ എത്തിയപ്പോൾ താൻ പറഞ്ഞു, ഇവിടെയുള്ള പ്രഭു കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു ക്രിസ്ത്യൻ ബിസിനസ്മാൻ ബ്രേക്ക്ഫാസ്റ്റ് നടത്തണം. ഇവിടെ പ്രഭു കുടുംബങ്ങളൊന്നുമില്ല. കാര്യം പ്രഭുക്കന്മാരാരും ഇതിനോട് അടുക്കത്തിൽ. ഇത് പാവപ്പെട്ടവൻ്റെ മാർഗമാണ്. പക്ഷേ അന്ന് വിളിച്ചപ്പോൾ സ്നാനപ്പെട്ട ഒരാളെങ്കിലും ഇല്ലാത്ത ഒറ്റ പ്രഭു കുടുംബങ്ങളില്ലായിരുന്നു. പ്രഭു കുടുംബം എന്ന് പറയുന്നതിനകത്ത് ആരും തെറ്റിദ്ധരിക്കരുത്. ഇൻകം ടാക്സ് കൊടുക്കുന്നവരെയാണ് അന്ന് പ്രഭു കുടുംബങ്ങളെന്ന് വിളിച്ചിരുന്നത്. എൻ്റെ ഓർമ്മയാകുന്നതിന് തൊട്ട് മുമ്പേ എൻ്റെ അപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാവർക്കും വോട്ടവകാശമില്ലായിരുന്നു. എല്ലാവരും രാജ്യത്തിൻ്റെ പ്രജകളായിരുന്നെങ്കിലും ഇന്ന എമൗണ്ട് പ്രതി വർഷം ടാക്സ് കൊടുക്കാത്തവർക്ക് വോട്ടവകാശമില്ലായിരുന്നു. പിന്നത്തേതിലാണ് വോട്ടവകാശം വന്നത്. ഇൻകം ടാക്സ് പേയേഴ്സ് എന്നത് വേറൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അവരെ പ്രഭുക്കന്മാരെന്ന് വിളിച്ചിരുന്നു. ഇന്ന് കണ്ടവരെല്ലാം ഇൻകം ടാക്സ് കൊടുക്കാൻ ഞാൻ കൊടുക്കുന്നുണ്ട്.
എല്ലാവരും ഇന്ന് ഇൻകം ടാക്സ് കൊടുക്കും. അന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു പ്രഭുക്കന്മാർ മാത്രമാണ്. കോട്ടയം പട്ടണത്തിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുക്കുന്ന കുടുംബങ്ങളിൽ ഒരാളെങ്കിലും സ്നാനപ്പെടാത്തൊരു വീടില്ലാതെയായി. ദൈവം ആരംഭത്തെങ്കിലും ഉപയോഗിച്ചത് അതിലിംഗ ജോർജ് സാറിനെയാണ്. ജോർജ് സാർ പോയി. ജോർജ് സാർ നിത്യത ചേർക്കപ്പെട്ടു. സാറ് തിരിച്ചു വരത്തില്ല. നിങ്ങൾ ചിലരെ ദൈവത്തിന് ഉപയോഗിക്കാനുള്ളേ. ഈ തലമുറയിൽ ഇത് നടക്കണമെങ്കിൽ നമ്മി ചിലരെ ദൈവത്തിന് വേണ്ടത്. എനിക്ക് പ്രസംഗിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് ചിലർക്ക് തോന്നിയേക്കാം. പ്രാർത്ഥിക്കാൻ കപ്പാസിറ്റി ഇല്ലേ? എനിക്ക് എഴുന്നേറ്റ് നിന്ന് പരസ്യമായി ഒന്നും പറയുവാനുള്ള വോളിയം ഇല്ല. എമേവറീസിനും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ മൈക്കൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള മനോഭാവമില്ലേ? ദൈവം ചിലരെ ഏൽപ്പിക്കട്ടെ. വി ബിലീവ് ദാറ്റ് ഗോഡ് ഈസ് ഗോയിങ് ടു യൂസ് us. ദൈവം നമ്മെ ഉപയോഗിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് ദൈവത്തോട് പറയാം. നമ്മൾ ചേർന്ന് പറയുകയാണ്, സഭയായിട്ടിത് പറയുകയാണ്. തുടർന്ന് നമ്മുടെ കോട്ടകളെക്കുറിച്ച് ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. സക്കരിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യത്തിൽ, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം മുതലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനിത് പറയുമ്പോൾ ഇതിൻ്റെ മറുവശം ഞാൻ തുടർന്ന് തൊടും. ശത്രുവിനൊരു വേലിക്കെട്ടുണ്ട്. ഞാൻ ആദ്യം ഒന്ന് തൊട്ടു. പിശാചിനോട് കീഴടങ്ങട എന്ന് പറഞ്ഞാൽ അവൻ കീഴടങ്ങാത്തതിൻ്റെ കാരണം ഈ പറയുന്നൊന്നും അവൻ്റെ അടുക്ക ചെല്ലുന്നില്ല. അവനൊരു വേലിക്കെട്ടുണ്ട്. ദൈവം വർഷങ്ങളായി എന്നോട് ഇടപെട്ടതും പല നാളുകളിലായി ഞാൻ പ്രസംഗിച്ചതുമായി ഞാൻ മറന്നുപോയതുമായി ഒരുപാട് ആശയങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ആരോ ഒരാൾ, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാൾ യൂട്യൂബിലൂടെ പറയുന്നത് എങ്ങനെയോ ലിങ്ക് ആരോ എനിക്ക് അയച്ചു എന്ന് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങളാണ്. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഞാൻ പറയാത്തതുണ്ട്, എനിക്ക് അംഗീകരിക്കാൻ വയ്യാത്തതുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും ഞാൻ പറഞ്ഞതിനകത്തൊന്ന് തിരിച്ചോർത്തതുമായ ചില കാര്യങ്ങൾ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് പറയാൻ പോകുകയാണ്. പിശാചിന് അവൻ്റെ ചുറ്റും ഒരു വേലിക്കെട്ടുണ്ട്. ഒന്നല്ല, പല വലയങ്ങൾ വേലിക്കെട്ടുണ്ട്. അദ്ദേഹം എടുത്തു പറഞ്ഞ ഉദാഹരണത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഏറ്റവും പുറത്ത് ഒരു 1000 പട്ടികളായിരിക്കും പിശാച് ഒരു സെൻട്രൽ പോയിന്റിൽ. ഈ പുൾപ്പിറ്റെന്ന് തൽക്കാലം ഇരിക്കട്ടെ. ഈ പുൾപ്പിറ്റയിലാണ് സാത്താൻ ഇരിക്കേണ്ടതെങ്കിൽ, ദൈവമേ അങ്ങനെ ഒരിക്കലും വരരുത്, അങ്ങനെ ഇരിക്കേണ്ടതെങ്കിൽ അതിൻ്റെ വട്ടത്തിൽ ഒരു വലയം, രണ്ടാമത് വേറൊരു വലയം, മൂന്നാമതൊരു വലയം എന്നിങ്ങനെ അനേക വലയങ്ങൾ അവന് സ്വന്തമായിട്ട് അവൻ വേലിക്കെട്ടുണ്ടാക്കും. അതിൻ്റെ നടുക്ക് മാത്രമേ അവൻ ഇരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്നും പറഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. നമ്മൾ പറയുന്ന അവിടെ അങ്ങ് എത്തത്തില്ല. അദ്ദേഹം പറഞ്ഞു, ആ ഏറ്റവും പുറത്തെ വലയത്തിൽ 1000 പട്ടികളെയാണ് ഇരുത്തിയെന്നിരിക്കട്ടെ. നിങ്ങൾ എന്നാൽ ഈ പട്ടി കുരയ്ക്കുമ്പോൾ നിങ്ങൾ ഇങ്ങ് പോരും. ഈ പട്ടിയുടെ കൊര അല്ലെ പട്ടിയുടെ നിര അതിജീവിക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ പുറകിലിരിക്കുന്നത് 1000 കുതിരകളായിരിക്കും, കുതിരപ്പട. അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്നവർ കുറവാണ്. ബ്രേക്ക് ചെയ്ത് അകത്ത് കയറിയാൽ അതിനകത്ത് 1000 ആനയായിരിക്കും. ഇവൻ്റെ വട്ടത്തിൽ ഒരുപാട് മതിലുകളുണ്ട്. ഈ മതിലുകൾ മുഴുവനും പൊളിക്കാതെ ശത്രുവിനെ തൊടാൻ പറ്റുകയില്ല. ഈ ദിവസങ്ങളിൽ ഈ മതിലുകളെ പൊളിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മീയ അസ്ത്രങ്ങൾ കർത്താവ് തരണം. ദൈവത്തിൻ്റെ ആത്മീയ അസ്ത്രങ്ങൾ കർത്താവ് തരണം. അപ്പുറത്ത് കിടക്കും. ആരിത് കൈകാര്യം ചെയ്യും? നമ്മളിത് കൈകാര്യം ചെയ്യും. ഈ ആത്മീയ അസ്ത്രങ്ങൾ ആര് കൈകാര്യം ചെയ്യും? ക്രമീകരിക്കപ്പെട്ട നാം ഇത് കൈകാര്യം ചെയ്യും. അതിനാവശ്യമുള്ളൊരു ക്രമീകരണമാണ് നമുക്ക് വേണ്ടത്. എന്നാൽ ഇത് തുടങ്ങുന്നതിന് മുന്നമേ നമുക്ക് ചുറ്റും ഒരു വേലിക്കെട്ടുണ്ട്. അതിനെ ഒന്നുകൂടെ ഉറപ്പിച്ച് വെച്ച് വേണം പോകാൻ. പിശാചിന് തന്നെയല്ല വേലിക്കെട്ട്, ദൈവത്തിൻ്റെ മക്കൾക്കാണ് അധികമായിട്ടുള്ളത്. അതുകൊണ്ടാണ് സക്കരിയ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ ആദ്യം വായിച്ചത്. നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരുശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം തുറന്നു കിടക്കുമെന്ന് പറക. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. സക്കരിയ പ്രവാചകന്റെ പുസ്തകത്തിൽ സക്കരിയാവ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊല്ലനെ കണ്ടു. ഒരു കൊല്ലൻ അടുത്ത് വരികയാണ്. വേറെ ചില എതിരാളികൾ സഭയ്ക്കെതിരെ പോരാടുവാൻ വരുന്നവരുണ്ട്. ഈ കൊല്ലനെ കണ്ടുകൊണ്ട് കയ്യിൽ ചുറ്റികയുമായി വരുന്നൊരു കൊല്ലൻ, കയ്യിൽ ചുറ്റികയുമായി വരുന്ന കൊല്ലനെ കണ്ടുകൊണ്ട് സക്കരിയ ചോദിച്ചു, കർത്താവേ ഇതെന്തോ എന്ന് ചോദിച്ചോ. പറഞ്ഞു, എൻ്റെ അഭിഷക്തന്മാരെ ചെതറിച്ച് കളയുവാൻ. റിമാസി, ശക്തമായൊരു പദമാണ്. എൻ്റെ അഭിഷക്തന്മാരെ ചിതറിച്ച് കളയുവാൻ
എഴുന്നേറ്റ് വരുന്ന ശത്രുവിനെ അടിച്ചുടയ്ക്കുവാൻ ഞാനാക്കിയ ചുറ്റികയാ. എൻ്റെ അഭിഷക്തന്മാരെ ചെതറിച്ചു കളയുവാൻ എഴുന്നേറ്റ് വരുന്ന കൊമ്പുകളെ അടിച്ചുടയ്ക്കുവാൻ ഞാൻ എഴുന്നേൽപ്പിച്ച എൻ്റെ ചുറ്റിയക്കാരാ. ദൈവദാസ സക്കറിയാവേ, ഇത് നടക്കും. പക്ഷേ കൂട്ടത്തിൽ നീ ഒരു കാര്യം ഓർത്തോണം, യെരൂശലേം വളരാൻ പോക. 1985 ഞാൻ ആദ്യമായി പദം പറയുന്നത്. അതെൻ്റെ ഹൃദയത്തിലുണ്ട്. അതിനുശേഷം ഇത് ആവർത്തിക്കാത്ത ഒരു മാസം പോലുമില്ല. ഞാനിത് ആവർത്തിക്കാറുണ്ട്. യെരൂശലേം മതിലില്ലാതെ കിടക്കും. മൃഗങ്ങളുടെയും മനുഷ്യരുടെയും പെരുപ്പം നിമിത്തം ഇത് മതിലില്ലാതെ കിടക്കും. അന്ന് ആളില്ലാതെ, വിളക്കില്ലാതെ, തിരിയില്ലാതെ, ജീവിക്കാൻ വകയില്ലാതെ, സ്വന്തമായി ഒരൊറ്റ വീടില്ലാത്ത, ഒരു വീടുള്ള ഒരു വ്യക്തി പോലും ഇല്ലാത്ത, വാടക വീടെടുത്തവർക്ക് ആസ്പെറ്റോ ഷെഡുകളല്ലാതെ ഒരു ടെറസിട്ട ഒരു വീടില്ലാതിരുന്ന കാലം പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങിയതാണ്. ജനത്തിൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. മതിൽ കെട്ടി അടയ്ക്കാൻ ഒക്കത്തില്ല. ആ സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. അസംബ്ലീസ് ബോർഡിന് അന്ന് ഒരു പോളിസി ഉണ്ടായിരുന്നു, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഒരു അസംബ്ലീസ് ബോർഡിൻ്റെ ചർച്ച് ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ നിന്ന് 2 കിലോമീറ്ററിന് അകലെ മാറി മാത്രമേ രണ്ടാമതൊരു ചർച്ച് അനുവദിക്കാവൂ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ സർക്കിൾ ഈ ചർച്ചിന് കൊടുത്തതാണ്. അടുത്ത ചർച്ച് വേണമെങ്കിൽ 4 കിലോമീറ്റർ അകലെ വേണം, 2 അല്ല 4 കിലോമീറ്റർ. കാര്യം അവർക്ക് വട്ടത്തിലും 2 കിലോമീറ്റർ, ഇതിനകത്തുള്ള ആളുകൾ വേണം വരുവാൻ. അങ്ങനെ ഞങ്ങൾക്ക് 2 കിലോമീറ്റർ വട്ടത്തിൽ വളപ്പുണ്ടായിരുന്ന ഒരു കാലം. അതിൻ്റെ വെളിയിലോട്ട് പോകാനൊക്കത്തില്ലായിരുന്നു. അതായിരുന്നു 1983-84 സെൻട്രൽ ഡിസ്ട്രിക്ട് ഓഫ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഇവിടുത്തെ സ്ഥിതി. ആ സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവ് ഇടപെട്ട് തുടങ്ങുന്നത്. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. ദൈവം നമുക്ക് ആളുകളെ തരാൻ തുടങ്ങി. ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ഞായറാഴ്ചയും ഒരു ദൈവ മനുഷ്യൻ ആരാധനയ്ക്ക് വേണ്ടി രാവിലത്തെ ഫ്ലൈറ്റ് വന്ന് വൈകിട്ട് തിരിച്ചു പോകുമായിരുന്നു. വെല്ലൂരിൽ നിന്ന് ഒരു കുടുംബം എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വന്ന് വെച്ച് തിരിച്ചു പോകുമായിരുന്നു. മൈസൂരിൽ നിന്നൊരു കുടുംബം എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വന്ന് വെച്ച് തിരിച്ചു പോകുമായിരുന്നു. 100, 200, 500, 1000, 2000, 3000 നമ്മൾ വളരാൻ തുടങ്ങി. യെരൂശലേം മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും പെരുപ്പം നിമിത്തം മതിലില്ലാതെ കിടക്കും. ഒരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ ഈ ചർച്ചിൽ വരുന്ന സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ആസ്തി മണ്ണ് ചുമക്കാൻ ഉപയോഗിക്കുന്ന 2 കൊട്ടയായിരുന്നു. മണ്ണെടുത്ത് ചുമ്മിക്കളയാൻ ഉപയോഗിക്കുന്ന 2 കൊട്ടയായിരുന്നു. 2 കൊട്ട, അതായിരുന്നു എൻ്റെ ആകെ സമ്പത്ത്. ഞാൻ ഈ ചർച്ചിൽ വരുമ്പോൾ ദൈവം എന്നെ പണിതു, ദൈവം എന്നെ ഉയർത്തി. വേറൊരു സഹോദരനോട് പറഞ്ഞ വാചകം എനിക്ക് ഓർമ്മയുണ്ട്. 4-5 കുഞ്ഞുങ്ങളും എൻ്റെ സാധനങ്ങൾ ഒരു പെട്ടിയില്ലാഞ്ഞതുകൊണ്ട് വള്ളി കൊണ്ടുണ്ടാക്കിയ ഒരു വള്ളിക്കൊട്ടയ്ക്കകത്ത് പെറുക്കി തുണി വെട്ടുന്ന ഒരു കത്രികയും 50 പൈസയുടെ ഒരു കോയിനുമായിട്ടാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്ന് ഇറങ്ങുന്നത്. ഒരാൾ എന്നോട് പറഞ്ഞ വാചകമാണ്, എൻ്റെ സാധനങ്ങൾ വെക്കുവാൻ എനിക്ക് പെട്ടിയില്ലാഞ്ഞതുകൊണ്ട് വേറൊരിടത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു, അവിടുന്ന് പറഞ്ഞു വിട്ടു. എൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കുറേ തുണികളുണ്ട്, 3-4 കുഞ്ഞുങ്ങളുണ്ട്, 4-5 ഞാനിപ്പോൾ ഓർക്കുന്നില്ല, കുഞ്ഞുങ്ങളുണ്ട്. ഈ കുഞ്ഞുങ്ങളും അവരുടെ തുണികൾ, ഞങ്ങളുടെ വസ്തുക്കളെല്ലാം കൂടെ പെറുക്കി ഒരൊറ്റ കൊട്ടയ്ക്കകത്ത് കൊള്ളാനുള്ളതേ ഉള്ളായിരുന്നു. കൊട്ടയ്ക്കകത്താക്കി അതും. തുണി വെട്ടായിരുന്നു ജോലി, തയ്യലായിരുന്നു ജോലി. തുണി വെട്ടുന്ന ഒരു കത്രികയും. ഇവിടെ വന്നിറങ്ങുമ്പോൾ 50 പൈസയുടെ ഒരു കോയിൻ എൻ്റെ കയ്യിലുണ്ട്. അതുമായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയത്. ആരോ കൊണ്ട് ബഥേലിൽ പരിചയപ്പെടുത്തി. ഇന്ന് കാറുകളായി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുപ്പം ഹേതുവായി. കേവലം മനുഷ്യർ തന്നെയല്ല, മൃഗങ്ങളും പെരുകും. വസ്തുവകകളെ, സമ്പത്തുകളെ പ്രതിനിധീകരിക്കുന്നതാണ് മൃഗമെന്ന പ്രഖ്യാപന. അങ്ങനെ വരും. ഇതിന് മതിലില്ല. അങ്ങനെയാണെങ്കിൽ ശത്രു കയറി ആക്രമിക്കത്തില്ലേ? നോ, എൻ്റെ ജനത്തിൻ്റെ ചുറ്റും ഞാൻ തീമതിലായിരിക്കും. മതിൽ കെട്ടാൻ ഒക്കത്തില്ല. ഈ ആഴ്ച 1 കിലോമീറ്റർ അകലെ എന്നാ വരുന്നതെങ്കിൽ അടുത്ത ആഴ്ച 1.5 കിലോമീറ്റർ അകലെ എന്നാ വരുന്നത്. എവിടെ കൊണ്ട് മതിൽ കെട്ടും? അസംബ്ലീസ് ഓഫ് ഗോഡ് 2 കിലോമീറ്റർ മതിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിച്ചെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്നവനെയും മൈസൂരിൽ നിന്ന് വരുന്നവനെയും എവിടെ കൊണ്ട് അക്കോമഡേറ്റ് ചെയ്യും? ഒരു പ്രാവശ്യം കൂടെ വാഗ്ദത്തം തിരികെ റീക്ലെയിം ചെയ്യാം. യേശുവിൻ്റെ നാമത്തിൽ സഭ മതിലില്ലാതിരിക്കത്തക്കവണ്ണം
മൃഗങ്ങളുടെയും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പെരുപ്പം യേശുവിന്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും പെരുപ്പ നിമിത്തം യെരൂശലേം മതിലില്ലാതെ കിടക്കും. പേടിക്കരുത് യുവതിലെ, പേടിക്കരുത്. എൻ്റെ ജനത്തിൻ്റെ ചുറ്റും ഞാൻ തീമതിലായിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഇതിനകത്തൂടെ കയറാവുന്ന ഒന്നില്ലടാ, ഇതിനകത്തൂടെ കയറാവുന്ന ഒന്നില്ല. എൻ്റെ ജനത്തിന് ചുറ്റും ഞാൻ തീമതിലായിരിക്കും. ഇന്ന് പകൽ പിശാചിന്റെ മതിൽ പൊളിക്കാൻ ഒരുങ്ങുമെങ്കിൽ ഇപ്പുറത്തൊരു മതിലുണ്ട്, അവന് പൊളിക്കാൻ ഒക്കാത്ത ഒരു മതിൽ. പിശാചിനെ കൊണ്ട് പൊളിച്ചു കയറാൻ ഒക്കാത്ത ഒരു മതിൽ കർത്താവ് നമുക്ക് ചുറ്റും തരികയാണ്. എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം കൂടെ അങ്ങ് പറയാൻ തോന്നുന്നു. നമ്മുടെ ചുറ്റും ഒരു തീമതിൽ. ഓരോ പ്രാവശ്യം പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ഓരോ മില്ലിമീറ്റർ വീതമെങ്കിലും ഓരോ ഹൃദയങ്ങളുടെ അകത്തോട്ട് കയറട്ടെ. രണ്ട് പലകകൾ തമ്മിൽ ഒരുമിച്ച് ചേർക്കാൻ, പലകകൾ ഒരുമിച്ച് വെച്ചതിൻ്റെ മേളിൽ ഒരു ആണി അടിക്കും. ഒരു പലകയുടെ മേളിൽ ഒരു ആണി അടിക്കും. അത് ചുറ്റിക കൊണ്ട് അല്ലെങ്കിൽ ഹാമർ കൊണ്ട് 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 4 അടിച്ചു, 5 അടിച്ചു, പിന്നെ അടിക്കുന്ന കാണാം. ഒരടി കൊണ്ട് നിർത്താറില്ല. എന്തിനാ ഈ അധികം പ്രാവശ്യം അടിക്കുന്നത്? ഇറങ്ങേണ്ടിടത്തോട്ട് ഇറങ്ങാനാണ്. ഇന്ന് പകൽ ഈ വാക്ക് ആത്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുവാൻ, ഇന്ന് പകൽ ഈ വാക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങാം. അതൊരു വശം. ഞാൻ ഈ രാത്രി ഈ പകൽ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത് കേവലം ഹൃദയങ്ങളെ അല്ല, ആത്മമണ്ഡലത്തെ ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. ആത്മമണ്ഡലത്തിനകത്തേക്ക് ഇത് ഇറങ്ങട്ടെ. ഇതിനകത്തിരിക്കുന്ന ദൈവവചനത്തിന് വിരോധമായി, ദൈവസഭകൾക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശക്തികളെ നിങ്ങൾക്ക് അടുക്കുവാൻ കഴിയാതെ ഒരു തീമതിൽ, ഒരു തീമതിൽ, ഒരു തീമതിൽ. ഇന്ന് പകൽക്കാലം പൊളിയുന്ന കുടുംബങ്ങളുണ്ട്, ഇന്ന് പകൽക്കാലം കറങ്ങുന്ന വ്യക്തികളുണ്ട്. യേശുവിന്റെ നാമത്തിൽ തീമതിൽ. യേശുവിന്റെ നാമത്തിലൊരു തീമതിൽ ഞങ്ങൾ ചോദിക്കുക. ആളുകൾ പറയാറുണ്ട് ഒരു ആത്മീക ശുശ്രൂഷ ചെയ്താൽ ഒരു തിരിച്ചടി ഉണ്ടെന്ന്. അതൊക്കെ ശരിയാ, അങ്ങനെ പറയും. പിശാചിന്റെ വകയെ തൊട്ടാൽ പിശാച് തിരിച്ചു തൊടും, തിരിച്ചടി ഉണ്ടെന്ന്. തിരിച്ചടി വരുന്നത് അധികാരമില്ലാത്തവൻ തൊടുമ്പോഴാണ്. 2 വ്യക്തികൾ തമ്മിൽ ഇവിടെ നിന്ന് വഴക്കുണ്ടായാൽ പിടിച്ചു മാറ്റാൻ പോകുന്ന എന്നെ 2 പേരും കൂടെ തല്ലും. എനിക്കവരെ പിടിച്ചു മാറ്റാൻ ഒക്കത്തില്ല. പക്ഷെ പോലീസ് യൂണിഫോം ഇട്ട ഒരു ഓഫീസർ പിടിച്ചു മാറ്റുകയൊന്നും വേണ്ട, അടുത്ത് വരുമ്പോൾ 2 കൂടെ ഓടും. എനിക്ക് അധികാരമില്ല, അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇന്ന് പകൽ ദൈവമേൽപ്പിച്ച ദൈവാധികാരത്തിൽ നിന്നുകൊണ്ട് ഒരു ശത്രു തൊടാതെ വണ്ണം പോരാടുവാൻ, ഒരു തിരിച്ചടിയില്ലാതെ പോരാടുവാൻ ഒരധികാരം ദൈവത്തിങ്കൽ നിന്ന് ഏറ്റുവാങ്ങിയവർക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവം ഞങ്ങളോട് ഇടപെടണേ, ദൈവം ഞങ്ങളോട് ഇടപെടണമേ, ദൈവം ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു അപ്പോസ്തോലിക് ആൻഡ് പ്രോഫറ്റിക് ലെവലിൽ പോകത്തക്കതുപോലെ ഒരു അപ്പോസ്തോലിക് മെസ്സേജ് കർത്താവ് തരുന്നത് കൊണ്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ചില മിനിസ്ട്രി നമ്മൾ എടുക്കാൻ പോകുന്ന ബുധനാഴ്ച വൈകിട്ടാണ്. അപ്പോസ്തോലിക് ആൻഡ് പ്രോഫറ്റിക് ബുധനാഴ്ച വൈകിട്ടുണ്ടായിരിക്കണം. കഴിയുന്നിടത്തോളം ആളുകൾ വരട്ടെ, ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. സഖരിയാവ് 2:4-5 വാക്യങ്ങളിൽ നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേമിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടക്കുന്നു എന്ന് പറക. എന്നാൽ ഞാനതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാനതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതിൻ്റെ നടുവിലൊരു മഹത്വമുണ്ട്. ആരും സ്വയം പ്രശംസിക്കാനൊന്നുമില്ല. ലഭിച്ചത് കൃപയാ, ലഭിച്ചത് കൃപയാ. ആർക്കും പ്രശംസിക്കാൻ ഒന്നുമില്ല.
കർത്താവിൻ്റെ അരുളപ്പാട്, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കും. മഹത്വമായവനെ തൊടുവാൻ ഒരു ശത്രു വരത്തില്ല. ഞാൻ അതിൻ്റെ നടുവിൽ ഒരു മഹത്വമായിരിക്കും. ഒരു പുരയിടത്തിൽ കുറെ നല്ല മാഞ്ചെടികളുണ്ട്, മാവുകളുണ്ടെന്നിരിക്കട്ടെ. ആ മാവിൽ പഴുത്ത മാങ്ങായി നിപ്പുണ്ട്, അല്ലെ പഴുക്കാറായ മാങ്ങ നിപ്പുണ്ട്. വഴിയെ പോകുന്ന പിള്ളേർക്കെല്ലാം ഈ മാങ്ങ ഒന്ന് എറിഞ്ഞിടണമെന്ന് തോന്നും. പക്ഷെ അവർ അടുത്തു വരുന്ന കൂട്ടത്തിൽ അകത്ത് 2 കടിക്കുന്ന പട്ടി നിന്നാൽ ഒറ്റ കൊച്ചെറിയത്തില്ല. മാങ്ങ ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാം, പക്ഷെ പട്ടികടി കൊണ്ടുകൊണ്ട് പോയാൽ ചികിത്സയില്ല, ഒരൊറ്റ അവൻ തൊടത്തില്ല. ഇന്ന് പകൽ നസ്രായൻ്റെ വാക്കിൽ വിശ്വസിച്ച് മഹത്വമായവൻ നടുവിൽ നിൽക്കുക. തൊടാവുന്ന ശത്രു വാടാ, മഹത്വമായവൻ നടുവിൽ നിൽക്കുകയാ. അതിൻ്റെ നടുവിൽ ഞാൻ മഹത്വമായവൻ നടുവിൽ നിൽക്കുമ്പോൾ വട്ടത്തിൽ തൊടാവുന്ന ഒരുത്തനില്ല. അതുകൊണ്ട് ഒരു ശക്തി തൊടത്തില്ല. ബാല്യക്കാരാ, സക്കരിയ പ്രവാചകനെ, ബാല്യക്കാരാ, നിന്നോട് ദൈവത്തിനൊരു അരുളപ്പാടുണ്ട്. ദൈവസഭയുടെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, താങ്കളെയാണ് സ്വർഗം അഡ്രസ് ചെയ്യുന്നത്. ബാല്യക്കാരാ, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമാ. സങ്കീർത്തനങ്ങൾ 9:9. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരു അഭയസ്ഥാനം തന്നെ. ഒരു വാക്യം കൂടെ വായിച്ചു. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. മതി. എനിക്കൊരു അഭയസ്ഥാനമുണ്ട്. ഫോർട്രസ്, മതിൽ എന്നതിന് വേറൊരു പദമാണ്. എനിക്കൊരു മതിലുണ്ട്, ഒരു അഭയസ്ഥാനം. എനിക്കൊരു പ്രശ്നം വന്നാൽ ഒന്ന് ഓടിപ്പോയിരിക്കാൻ ഒരിടമുണ്ട്, ഒരിടം. എനിക്കൊരു അഭയസ്ഥാനം. ഇന്ന് പകലെൻ്റെ അഭയസ്ഥാനം കർത്താവാ. യഹോവാ പീഡിതനൊരു അഭയസ്ഥാനം. പിശാചേ, നിന്റെ മതിലിനെ ഞങ്ങൾ ഇളക്കാൻ പോവാ. കാര്യം ഞങ്ങൾക്ക് കയറി ആക്രമിച്ച് കൊള്ള പങ്കിടുവാൻ നിന്റെ മതിലിനെ ഇളക്കാൻ പോവാ. പക്ഷെ നീ തൊടത്തില്ല. കാര്യം ഈ പീഡിതന്, എളിയവന് ഒരു അഭയസ്ഥാനമുണ്ട്, ഒരു മതിലുണ്ട്. കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. എൻ്റെ കഷ്ടകാലത്തിൻ്റെ നടുവിൽ എനിക്ക് വന്നിരിക്കാവുന്ന ഒരു അഭയസ്ഥാനമുണ്ട്. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. എനിക്ക് ആശ്രയിക്കുവാൻ, ആ നാമം അറിയുവാൻ കഴിയണം. അവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. 28-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവൻ രക്ഷാദുർഗം തന്നെ. ഫോർട്രസ്. ഈ ദുർഗം, ഫോർട്രസ്, കാവൽ, ഈ പറയുന്ന പദങ്ങളെല്ലാം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇത്തരം പദങ്ങൾക്കെല്ലാം കൂടെ ഗ്രീക്കിൽ ഒരൊറ്റ പദമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോഴാ വാക്ക് ഓർക്കുന്നുമില്ല, ഞാൻ എഴുതിയിടാൻ സാധിച്ചില്ല, സോറി. ഒരൊറ്റ പദമാണ് കൊടുത്തിരിക്കുന്നത്. ആ പദത്തിൻ്റെ അർത്ഥം ഇതുള്ള ഉറപ്പുള്ള കോട്ട എന്നാണ് അതിൻ്റെ അർത്ഥം. ഉറപ്പുള്ള കോട്ട. സാധാരണഗതിയിൽ പഴയ കാലങ്ങളിൽ കോട്ട കെട്ടി പട്ടണങ്ങൾക്ക് കാവലിടുന്നവർ കോട്ടയുടെ കൂടെ തന്നെ ഒരു കുഴിയും കൂടെ ഉണ്ടാക്കും. എന്നാ എൻ്റെ പേര് പറയുന്നത്? കിടങ്ങ്. കോട്ടയും കിടങ്ങും. ഇന്ന് വകലേണ്ട ദൈവം കോട്ട തന്നെയല്ല, കോട്ടയും കിടങ്ങും കൂടാ. ചിലതിനെ കോട്ട കൊണ്ട് തടുക്കാം, വേറെ ചിലതിനെ കിടങ്ങ് കൊണ്ട് തടുക്കാം. നമ്മുടെ ഈ ചർച്ച് ഇവിടെ ആരംഭത്തെങ്കിൽ പണിയുന്ന സമയത്ത്, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയതുകൊണ്ടാണ്. ഇവിടെ ആരംഭത്തെങ്കിൽ പണിയുന്ന സമയത്ത് നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകിലായി ചെറിയ ഒരു വഴിയാണ് ഉള്ളത്. 30 അടിയോ സംതിങ് കാണും, ചെറിയ വഴിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ധാരാളം പേര് നടക്കും. അങ്ങപ്പുറത്തെ സെക്ഷനിൽ ആഫ്രിക്കക്കാർ പിള്ളേർ വരും. ഒന്നൊരു മോട്ടോർ സൈക്കിളെ വന്ന ഹൈ സ്പീഡിലാണ് വരുന്നത്. അതുകൊണ്ട് ഹൈ സ്പീഡിൽ വരുന്നവരെ ഒന്ന് തടഞ്ഞ് ഒന്ന് ഞങ്ങളുടെ പിള്ളേരെ കൊല്ലല്ലേ എന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ഹമ്പുണ്ടാക്കി. 2 ഹമ്പുണ്ടായെന്ന് തോന്നുന്നു. ഹമ്പേ വരുമ്പോൾ ഇവന്മാരെ നിളയി കൊടുക്കും, ഇതങ്ങ് ചാടിപ്പോവും. ഹമ്പ് കൊണ്ട് ഒക്കാതെ വന്നപ്പോൾ, ഇവന്മാരെ നിയന്ത്രിക്കാൻ ഒക്കാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഡിപ്പും കൂടെ ഉണ്ടാക്കിയേക്കാൻ പറഞ്ഞു, ഒരു കിടങ്ങും കൂടെ.
മേളിലോട്ട് ചാടുന്നവൻ കിടങ്ങിനകത്ത് ചാടുമ്പോൾ തന്നെ താഴെ വീഴും, പിന്നെ അവൻ പോകില്ല. കോട്ട കൊണ്ട് തടയേണ്ടവനെ കോട്ട കൊണ്ടും കിടങ്ങ് കൊണ്ട് തടയേണ്ടവനെ കിടങ്ങും. ഇന്ന് പകൽ ഒരു പകർച്ച നടക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി, കർത്താവ് എടുത്തു പറഞ്ഞതാ. ദൈവത്തിനൊരു സീസൺ ഉണ്ട്. ആ സീസണായി സ്തോത്രം. കാര്യങ്ങൾ കർത്താവ് ക്രമീകരിച്ചു. യഹോവ പീഡിതനൊരു അഭയസ്ഥാനം, കഷ്ടകാലത്തൊരു അഭയസ്ഥാനം തന്നെ. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്കിൽ ആശ്രയിക്കും. 28:8 യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവൻ രക്ഷാദുർഗം. ഇന്ന് പകൽ ക്രിസ്തുവിൻ അഭിഷക്തരെ, ദൈവം ഒരു കാര്യത്തിന് വേണ്ടി വേർതിരിച്ചവരെ, ഒരു ദിവസം രാവിലെ ദൈവം മോശെ വിളിച്ചത് പറഞ്ഞ, മോശെ, നിന്റെ സഹോദരനായ അഹരോൻ ഉണ്ടല്ലോ, അവനെ വിളിക്ക്, അവൻ്റെ 2 മക്കളെയും വിളിച്ച് അഭിഷേകം ചെയ്. അഹരോനെ അങ്ങ് പ്രതീക്ഷിച്ചതാണോ? അല്ല. മോശ പണ്ടൊരിക്കൽ സംസാരിക്കാൻ നിവൃത്തിയില്ല, ഞാൻ വിക്കനാണ്, ജനത്തിൻ്റെ അടുക്കൽ പോകാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്തൊരു ഓൾട്ടർനേറ്റീവാ, നീ അഹരോനെ തിരഞ്ഞെടുക്കാൻ. അഹരോൻ നിൻ്റെ കൂടെ വരട്ടെ. ഒടുവിൽ അഹരോൻ വേണ്ടാത്ത കൊളരുതാഴി എല്ലാം കാണിച്ചു വെച്ചു. ജനത്തിൻ്റെ കയ്യിൽ നിന്ന് സ്തോത്ര കാഴ്ച പിരിച്ചു. ഞാൻ എൻ്റെ ഭാഷയിൽ പറയുക. അതുകൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി വേണ്ടാതീനം കംപ്ലീറ്റ് കാണിച്ചു വെച്ചു. ജനത്തിൻ്റെ മേൽ ശാപം വന്നു. പക്ഷെ മോശ തിരിച്ച് താഴെ ഇറങ്ങി വന്ന് അഹരോനെ പിടിച്ച് വഴക്ക് പറഞ്ഞു. അഹരോൻ ചേട്ടനാ, മോശ അനിയനാ. അനിയൻ ചേട്ടനെ പിടിച്ച് വഴക്ക് പറഞ്ഞു. മിണ്ടാതിരിടാന്ന് പറയല്ല, കീഴടങ്ങി, യജമാനനെ കോപിക്കരുതേ. ഓ ഗോഡ്, ദൈവിക അധികാരം തിരിച്ചറിഞ്ഞു. എൻ്റെ കയ്യിൽ നിന്നാണ് അബദ്ധം വന്നത്, ഞാൻ അബദ്ധം ദൈവത്തോട് ഏറ്റു പറയുന്നു. കർത്താവേ, ഞാനാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കിയത്, എൻ്റെ കയ്യിൽ നിന്നാണ് അബദ്ധം പറ്റിയത്. ഇപ്പോഴും മുഴങ്ങുന്ന ഗംഭീര ശബ്ദം ദൈവത്തിൻ്റെ ശബ്ദമാ. എൻ്റെ ജ്യേഷ്ഠൻ്റെ വായിക്കൂടാന്നുള്ളതേ ഉള്ളൂ, എൻ്റെ അനിയൻ്റെ വായിക്കൂടാന്നേ ഉള്ളൂ, അത് ദൈവശബ്ദമാ. അടുത്തെന്ന് പറഞ്ഞ് യജമാനൻ കോപിക്കരുതേ. മോശ പറഞ്ഞു, വാളുള്ളവനെല്ലാം എടുത്തു. അപ്പനെന്നും അമ്മയെന്നും സഹോദരനെന്നും സഹോദരി എന്നും നോക്കാതെ വെട്ടുവാൻ, മുഖം നോക്കാതെ വെട്ടുവാൻ, മിച്ചം വരുത്താനല്ല തീർത്ത് കളയുവാൻ, യഹോവയുടെ ആജ്ഞയുടെ മുമ്പിൽ കീഴടങ്ങുവാൻ. നീ എന്നെ യജമാനെന്ന് വിളിച്ച നിൽക്കട്ടെ, എത്ര പേരുണ്ടെന്നറിയട്ടെ. അങ്ങനെയുള്ളവർ പുറത്തുവാ. അവന് പാളയത്തിൽ സ്ഥാനമില്ല, അവന് കൂട്ടത്തിൻ്റെ ഇടയിൽ നിലനിൽപ്പില്ല. വേളയിൽ ഇറങ്ങി വാ, വെട്ടാൻ തയ്യാറാക്. ആ കൂട്ടത്തിൽ അഹരോൻ കൂടെ ചാടി. പറഞ്ഞ, അഹരോനെ ഇനി വിളിക്ക്, അവൻ തെറ്റ് ചെയ്തത് ഞാൻ ക്ഷമിച്ചു, അവൻ പാപം ചെയ്തത് ഞാൻ ക്ഷമിച്ചു, അവനെ ഇനി വിളിക്ക്. അവൻ്റെ അനന്തരാവകാശികളായി അവൻ്റെ 2 പുത്രന്മാരെയും വിളിക്ക്. ഓർക്കപ്പുറത്ത് വിളിച്ച് ഇവരുടെ മേലൊരു പകർച്ച പകര്. എൻ്റെ അഭിഷക്തൻ. ദാവീദിനെ ഒന്ന് വിളിച്ച് തൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ചൊന്ന് അഭിഷേകം ചെയ്തു. അഭിഷേകത്തോടൊരു കാവൽ, ആ അഭിഷേകത്തോടൊരു കാവൽ. ദാവീദേ, അങ്ങയുടെ പുറകെ സിംഹം വരും, തൊടത്തില്ല. അങ്ങയുടെ പുറകെ കരടി വരും, തൊടത്തില്ല. ഞാൻ നിന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തും, നിന്റെ കൈകൾ താമ്രചാപം കുലയ്ക്കും. ഇന്ന് നീ സിംഹത്തെയും കരടിയെയും ജയിച്ചു വരും, നാളെ നീ ഫെലിസ്ത്യനെ എറിഞ്ഞിടും. തീർന്നില്ല, ഫെലിസ്ത്യ സമൂഹത്തെ ഞാൻ നിന്റെ കയ്യിൽ തരും. നീ എൻ്റെ ജനത്തെ ഭരിക്കും, നീ എൻ്റെ ജനത്തെ കൊണ്ടു നടക്കും. നീ കുറ്റം ചെയ്ത് നിനക്ക് മനസ്സിലായി, നീ തെറ്റ് ചെയ്ത് നീ അനുതപിച്ചേറ്റു പറഞ്ഞു, നീ കീഴടങ്ങേണ്ടടുത്ത് കീഴടങ്ങി, നിന്നെ ഞാൻ അഭിഷക്തനായി മാറ്റുകയാ. ഇന്ന് പകരം അഭിഷക്തന്മാർ ഇവിടെ ഉണ്ടോ? എൻ്റെ അഭിഷക്തന് അവനൊരു രക്ഷാദുർഗം, എൻ്റെ അഭിഷക്തന് അവനൊരു രക്ഷാദുർഗം. അമ്പേ നമാത്ത സൈദേ ലെവദോ റമാനി കണ്ടനാസിയാര, എൻ്റെ അഭിഷക്തന് അവനൊരു രക്ഷാദുർഗം. എൻ്റെ അഭിഷക്തന് അവനൊരു രക്ഷാദുർഗം. അഭിഷക്തന്മാരെ, ദൈവിക ഫോർട്രസ്. നാം ശത്രുവിൻ്റെ കോട്ടകളെ തൊടുന്നതിന് മുന്നമേ ദൈവിക ഫോർട്രസ്. കാര്യം കോട്ടകൾ തൊടുന്നത് പലതാ. ഒരു ദൈവിക ഫോർട്രസ് നമുക്കുണ്ടായിരിക്കണം. അവനൊരു രക്ഷാദുർഗം തന്നെ. 18-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 50-ാമത്തെ വാക്യത്തിൽ
അവൻ എൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ആ പദം എന്നേക്കും, ഫോർ എവർ. ദാവീദിനും അവൻ്റെ അഭിഷക്തനും എന്നേക്കും ഒരു രക്ഷാദുർഗമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ സഭയുടെ മേലിരിക്കട്ടെ, ദൈവമക്കളുടെ മേലിരിക്കട്ടെ. പൊളിക്കേണ്ട ശത്രുവിൻ്റെ കോട്ടകളെ പൊളിക്കുവാൻ, എത്തേണ്ട ഇടത്തേക്ക് നമ്മുടെ അമ്പുകളെ എത്തിക്കുവാൻ, നമ്മൾ എയിം ചെയ്യുന്ന ഇടത്ത് നമ്മുടെ ആയുധങ്ങൾ ചെന്ന് തറയ്ക്കുവാൻ, നാം ആയുധം ഉപയോഗിക്കുന്നതിന് മുന്നമേ ദൈവിക രക്തക്കോട്ടയ്ക്കുള്ളിൽ നമ്മൾ അഭയം പ്രാപിക്കുക. 27:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, സങ്കീർത്തനം 27:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്മാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഇതകത്തിൻ്റെ അകത്തുനിന്ന് വിശ്വസിച്ചേറ്റു പറയാം. ഞാനിവിടെ കൊണ്ട് ഈ ഒരു ചാപ്റ്റർ നിർത്തുക. ആ 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എടുത്തത് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഒരു അനുതാപത്തിന് വേണ്ടി കൊടുക്കുക, നമ്മുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുക. 2ാമത്തെ ചാപ്റ്റർ ഞാൻ എടുത്തത് ദൈവിക കോട്ടയിൽ നിന്നുകൊണ്ട് ഞാനതിനകത്താണ് എന്ന് വിശ്വസിച്ച് അതിനു വേണ്ടി സമർപ്പിക്കുക. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ എന്നോടൊന്നും ചെയ്യാനില്ല. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ചരിത്രമാണ്. ഒരു ഭൂതശക്തി ഒരിക്കൽ ഇളകി. ജനം മുഴുവനും അന്യഭാഷ സംസാരിക്കുമ്പം, അന്ന് ജനം മുഴുവനും എന്ന് പറയാൻ ഒരു 15-20 പേരെ കാണത്തുള്ളൂ. അന്യഭാഷയുടെ കൃപാവരമുള്ളവരന്ന് എല്ലാം കൂടെ ഒരു 15-20 പേരിൽ കൂടുതൽ ചർച്ചയിലില്ല. അങ്ങനൊരു സമയത്താണ് ഈ ആളുകൾ അന്യഭാഷ സംസാരിക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് ദുർഭൂതം വിളിച്ചു പറഞ്ഞ്, എനിക്ക് ഇരിക്കാൻ വയ്യ, ഞാൻ പൊക്കോളാം. ഞാൻ പറഞ്ഞാൽ നീ അങ്ങ് പോകാനില്ല. ഞങ്ങൾ പറഞ്ഞു. അടുത്ത ചോദ്യമായിരുന്നു, എനിക്ക് എന്നാ തരുമെന്ന്. എന്നുവെച്ചാൽ നിനക്ക് എന്നാ വേണ്ടതെന്ന് പറ. എനിക്ക് രക്തം വേണം. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യാനിക്ക് പഞ്ഞമില്ലാത്ത ഒന്നാണ് രക്തം. യേശുവിൻ്റെ രക്തം പിടിച്ചു. ഒന്നലറിക്കരഞ്ഞു, അയ്യോന്ന് നീട്ടി ഒരു വിളി വിളിച്ചു. എന്നോട് പേര് പറയരുത്, അത് ദൈവമാണ്. ആ രക്തം എനിക്ക് കൊള്ളത്തില്ല, അത് വിശുദ്ധ രക്തമാണ്. എനിക്കൊന്നും തരണ്ട, ഇനി ആ പേരെന്നോട് പറയാതിരുന്നാൽ മതി, ഞാൻ പൊക്കോളാം. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് അതുപോലെ സ്ഥാപിക്കേണ്ടതിന് നീ പാവപ്പെട്ട സഹോദരന്മാരിൽ നിന്ന് ആരാധന കളിപ്പിച്ചു വാങ്ങുകയായിരുന്നെന്നും നീ വെറും പിശാചാണെന്നും നീ ദൈവമല്ലെന്നും അവരുടെ മുമ്പിൽ തെളിയിക്കേണ്ടതിന് ഇവിടെ വീണ് അങ്ങേ അറ്റം വരെ ഉരുളാൻ പറഞ്ഞു. ഇതിന് എത്ര പ്രാവശ്യം പറഞ്ഞു, ഇനി ഞാൻ എത്ര കൂടെ പറയും. കാര്യം കഴിഞ്ഞ കാല അനുഭവങ്ങൾ എടുത്തു പറയുന്നത്, ഈ ഭക്തന്മാർ സാത്താനെ ജയിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയിൻ വചനം ഹേതുവായും. സാക്ഷി പറയുന്നതിനോട് ചെകുത്താൻ വലിയ വൈരാഗ്യമാണ്. കാര്യം അവനെ തടഞ്ഞു നിർത്തുന്ന കോട്ടയാ ഇത്. എൻ്റെ സാക്ഷിയിൻ വചനം എനിക്ക് ചുറ്റും കോട്ടയാ. ഇത് ഉരുളുന്ന കൂട്ടത്തിലൊരു പകുതി വരെ ഉരുണ്ടു. അന്നത്തെ നമ്മുടെ ഹോളിന് 35 അടി നീളമാണ്. അതിനകത്തൊരു 5 അടി കൂടുതൽ സ്റ്റേജിന് പോയിട്ട് 30 അടി നീളമാണ് ഉള്ളത്. 30-ൽ താഴെ ഒരു പകുതി വരെ ഉരുളിച്ച് നിർത്തിയേച്ച് എൻ്റെ മുഖത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞു, പലരും എന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ആരും എന്നെ കേവലപ്പെടുത്തിയിട്ടില്ല, അപമാനിച്ചിട്ടില്ല. എന്നേലും ഒരിക്കൽ നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, അന്ന് ഞാൻ കാണിക്കും. ഞാൻ തിരിച്ചു പറഞ്ഞൊരു വാചകം ഓർക്കുന്നുണ്ട്, പിശാചേ, നിന്നെ എൻ്റെ കിട്ടും, എന്നെ നിൻ്റെ കിട്ടത്തില്ല. ഇത് രണ്ടും രണ്ടാ. നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും, എന്നെ നിൻ്റെ കിട്ടത്തില്ല. നീ പിടിച്ചാൽ പിടിമുറ്റാത്തതാ ഞാൻ, നീ പിടിച്ചാൽ ഒതുങ്ങാത്തതാ ഞാൻ നിൽക്കുന്നത് യേശുവിൻ്റെ രക്തത്തിൻ്റെ കവറിങ്ങിലാ. ഒരു പാട്ടുകാരൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി, സംഹാരദൂതൻ അടുത്താൽ ഈ രക്തം എൻ്റെ മേൽ കാണുകയാൽ താൻ കടന്നു പോകുന്ന നിശ്ചയം എനിക്ക് അബദ്ധം പറ്റത്തില്ല. ഇന്ന് പകൽ യേശുവിൻ്റെ രക്തം വ്യക്തികൾക്ക് കാവലായി, യേശുവിൻ്റെ രക്തം വ്യക്തികൾക്ക് കാവലായി, ജീവിതങ്ങൾക്ക് കാവലായി ഇരിക്കട്ടെ. യേശുവിൻ്റെ രക്തം എൻ്റെ മേൽ കാണുകയാൽ, ഹേ സംഹാരകനെ, നിനക്ക് എൻ്റെ മേൽ റൈറ്റ് ഇല്ല.
ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടത്തില്ല. ഇനിയും ഞാൻ അടുത്ത ചാപ്റ്ററിലേക്ക് കയറുക. നമുക്കിതൊന്ന് വിശ്വസിച്ചൊന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ? എത്ര വലിയ ശത്രു എഴുന്നേറ്റ് വന്നാലും എൻ്റെ വട്ടത്തിൽ ഒരു ഹെഡ്ജുണ്ട്. 1, 2, 3 ലെയർ അല്ലത്, ഒരുപാട് ലെയർ. എൻ്റെ വട്ടത്തിൽ എന്നെ കാവൽ കാക്കുന്ന ഒന്നുണ്ട്. കോട്ടകളും കിടങ്ങുകളും എനിക്ക് കാവലാ. എത്രയോ ദൂതന്മാർ, ഊരിപ്പിടിച്ച വാളുള്ള ദൂതന്മാർ, എത്രയോ വലയങ്ങൾ എനിക്കുണ്ട്. ഓ റുമ ഷദാ. സുഗൽ കർദന സമ്പയ ലവദ കടോദന റബ്ബവ റബാനിയ അൽനദ റബത്തിനി റക്കസുരാദനാസിയ. ദാവീദിന് കാവൽ നിന്ന് ഒരു രംഗം കൂടെ ഒന്നുകൂടെ പറയാൻ എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നു. ഒരു ദിവസം ദാവീദിനെതിരെ ശത്രു വരിക. കർത്താവ് ഒരു ചെലന്തിയോട് പറഞ്ഞു, ചെലന്തിയോട്, സ്പൈഡർ, എൻ്റെ ദാസനെ ആരും തൊടാതെ നീ ഒരു വല കെട്ടിയേക്കാൻ. ഒരു സൈന്യം തൻ്റെ പുറകെ വരിക, ശൗലും കൂട്ടരും ഒരു സൈന്യം തൻ്റെ നേരെ വരികയാണ്. കർത്താവ് ഒരു ചെലന്തിയെ വിളിച്ചു വെച്ച് പറഞ്ഞു, എൻ്റെ ദാസനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു വല കെട്ടിയേക്കാൻ. ചെലന്തി അങ്ങോട്ടും ഇങ്ങോട്ടും 10 ചാട്ടം ചാടി ഒരു വല കെട്ടി. ശൗലിൻ്റെ ശക്തന്മാർ ഒന്ന് നോക്കി വെച്ച് പറഞ്ഞു, ചെലന്തി വല പൊട്ടിയിട്ടില്ല, അപ്പോൾ ഇതിനകത്ത് ആരും കയറിയിട്ടില്ല. ചുമ്മാ ഗുഹയ്ക്കകത്ത് കറങ്ങി നമ്മുടെ സമയം കളയണ്ട. ഒരു ചെലന്തിയെ കൊണ്ട് ദൈവം രക്ഷിച്ചു. ദൈവത്തിൻ്റെ വലയ്ക്ക് വലിയ പുള്ളികളൊന്നും വേണ്ട, ഒരു ചെലന്തിയെ കൊണ്ട് വല കെട്ടിച്ചു. അവർക്ക് നോക്കിയവർ ശക്തന്മാരാ, ബുദ്ധിമാന്മാരാ. അവർ നോക്കി വെച്ച് പറഞ്ഞു, ഇതെൻ്റെ ഗുഹയുടെ വട്ടത്തിൽ, ഗുഹയുടെ മുൻപിൽ ചെലന്തി വലയുണ്ട്, ഇതിനകത്ത് ആരും കയറിയിട്ടില്ല. വേറൊരിക്കൽ കർത്താവ് ദാവീദിനോട് പറഞ്ഞു, ദാവീദേ അവിടെ കുറേ തേനീച്ചയുണ്ട്, കടന്നൽ, ഞാൻ അവരോട് പറയാം, നീ പോ, നീ നിൻ്റെ പണിക്ക് പോ, ആ കടന്നൽ നോക്കിക്കോളും ബാക്കി കാര്യം. തേനീച്ചയെ കൊണ്ട് യുദ്ധം ചെയ്തു. എത്ര വലിയ പട്ടാളക്കാരൻ്റെ വാളെടുത്ത് ഇതുവഴി വെട്ടിയാലും തേനീച്ചയുടെ ദേഹത്ത് വെട്ടുകൊള്ളുകയില്ല. ഇതിൻ്റെ കുത്തിന് ഒരു കുറവുമില്ല. 4 കുത്ത് കഴിഞ്ഞപ്പോൾ ശൗലിൻ്റെ പട്ടാളം പറഞ്ഞു, ജീവനും കൊണ്ട് പൊയ്ക്കോ. കാര്യം ദാവീദിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് തേനീച്ചയാ. നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം പലതിനും ഒരുക്കും. നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൈവം പലതിനെ ഒതുക്കും. വലയങ്ങളുടെ പുറത്തു വലയങ്ങൾ ദൈവിക കാവലിനായി സ്തോത്രം. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവിക കാവൽ ജനത്തിൻ്റെ മേൽ ഇരിക്കട്ടെ. ഇന്ന് പകൽ ഞങ്ങൾ ദൈവിക കാവലിൻ്റെ കീഴിലെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ ദൈവിക കാവലിൻ്റെ കീഴില. ഒരു ശത്രുവിനും തൊടാൻ കഴിയാത്ത ദൈവിക കാവലിൽ ഞാൻ സഭയെ ഏൽപ്പിക്കുക. എന്നോട് വരാൻ കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട്. വരുവാൻ ശ്രമിക്കാതെ പോയ ചിലരും കണ്ടേക്കാം. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ കുറവുകളും ഞങ്ങളുടെ സഭയിലെ സകല മെമ്പേഴ്സിൻ്റെയും കുറവുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു. ക്ഷമിക്കണേ. ഒരു വലിയ വേലിക്കെട്ട് സകലർക്കുമായി തരണമേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി ഞാൻ പഴയ കഥയിലേക്ക് പോകാം. ആത്മയുദ്ധത്തിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിസ് കഴിഞ്ഞകാല നിത്യതയാണ്. ബഥേൽ അതിന് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രീ ആഡമിക് ഫോളൻ ഏഞ്ചൽസ്. ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നതിന് മുന്നമേ ദൈവം തൻ്റെ ദൂതന്മാരെ സൃഷ്ടിച്ചിരുന്നു. അതിലൊരു കൂട്ടം ദൂതന്മാർ ദൈവത്തോട് തെറ്റി. അവരെയാണ് വീണുപോയ ദൂതന്മാർ, ഫോളൻ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത്. 3 വ്യത്യസ്ത മണ്ഡലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എങ്ങാണ്ടൊന്ന് കിട്ടി. നല്ല വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കേണ്ട, വിട്ടേക്ക്. കാര്യം അറിയേണ്ടവർ മാത്രം അറിഞ്ഞു. പല മണ്ഡലങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ മുകൾ പരപ്പിൽ പ്രവർത്തിക്കുന്നവരെയാണ് ഏലിയൻസ് എന്ന പേരിൽ ശാസ്ത്രലോകം വിളിക്കുന്നത്. 2, രണ്ടാം സ്വർഗത്തിൽ ഭൂമിക്ക് തൊട്ടു മുകളിലുള്ള ആകാശത്തെ 1-ാം സ്വർഗമെന്ന് വിളിക്കും.
അതിൻ്റെ മുകളിൽ നക്ഷത്രമണ്ഡലങ്ങളെല്ലാം ഈ ഒന്നാം സ്വർഗത്തിനകത്ത് വരും. അതിൻ്റെ മുകളിൽ ഒരു രണ്ടാം സ്വർഗമുണ്ട്. അവിടെയാണ് പൈശാചിക വൃന്ദങ്ങൾ പോയിരിക്കുന്നത്. ആകാശത്തിൻ്റെ അധിപതി എന്നവനെ വിളിക്കുവാനുള്ള കാര്യം, രണ്ടാം സ്വർഗത്തിൽ അവൻ്റെ ഒരു ആർമിയുണ്ട്. അതിൻ്റെ മുകളിലാണ് മൂന്നാം സ്വർഗം. അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാണ്. അവിടോട്ട് പിശാച് കയറത്തില്ല. രണ്ടാം സ്വർഗം വരെ അവൻ്റെ വിഹാര രംഗമാണ്. മൂന്നാം സ്വർഗത്തിലേക്ക് വൺസിൻ്റെ വയിൽ കയറും. അത് ദൈവമക്കളെ അപവാദം പറയാൻ കയറുന്നതാണ്. അവിടെ കയറി അപവാദം പറയും. ദൈവപുത്രന്മാർ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നപ്പോൾ സാത്താനും ചെന്നു എന്ന് പറയുന്നത് മൂന്നാം സ്വർഗത്തിലാണ്. പക്ഷെ അവിടെ അവന് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. അവന് വല്ലതും പറഞ്ഞേച്ചു പോരാമെന്നേ ഉള്ളൂ. ഒന്ന്, ഭൂമണ്ഡലത്തിൽ, ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അവൻ്റെ ഒരു ആർമി ഇവിടെയുണ്ട്. കോടാനുകോടി അശുദ്ധ ദൂതഗണങ്ങൾ ഇവിടെയുണ്ട്. രണ്ടാം സ്വർഗത്തിൽ അവൻ്റെ ഒരു ആർമിയുണ്ട്. കോടി കോടി പൈശാചിക പട്ടാളക്കാർ അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്. 3, ഭൂമിയുടെ അധോമണ്ഡലത്തിൽ അവൻ്റെ ഒരു വ്യാപാര ശക്തിയുണ്ട്. ഇത്രയത്തിന് വേദപുസ്തകത്തിൽ ഏറെക്കുറെ സൂചനകളുണ്ട്. ഭൂമിയുടെ അധോലോകത്ത്, അധോമണ്ഡലങ്ങളിൽ അവനൊരു ആർമിയുണ്ട്. 1, 2, 3, 4 സമുദ്രത്തിനകത്ത് അവൻ്റെ ഒരു പടയുണ്ട്. ഇതെങ്ങനെ പറയുന്നത് ചോദിച്ചാൽ റിട്ടൺ രേഖകളൊന്നുമില്ല. പക്ഷേ എന്നെക്കാളും ആത്മീയരായിട്ടുള്ളവർ, ആത്മീയ വെളിപ്പാട് പ്രാപിച്ചവർ, ആത്മയുദ്ധം ചെയ്യുന്നവർ കണ്ടേച്ചു എന്ന് പറയുന്നതാണ്. സമുദ്രത്തിൻ്റെ അകത്ത് അവനൊരു പടയുണ്ട്. ഇങ്ങനെ പല ഇടങ്ങളിൽ ഇവന് പട്ടാളക്കാരുണ്ട്. ഇന്ത്യയുടെ അനേക ഭാഗങ്ങളിൽ മേജർ പട്ടാള ക്യാമ്പുകളുള്ളതുപോലെ പിശാചിന് ഭൂമിയോട് ബന്ധപ്പെട്ട്, സ്വർഗത്തോട് ബന്ധപ്പെട്ട് അനേക ഇടങ്ങളിൽ അവൻ്റെ പട്ടാളപ്പടയുണ്ട്. യുദ്ധം ചെയ്യേണ്ട രംഗത്തിൽ ഇവരാരും ആ പാളയത്തിൽ ഇരിക്കത്തില്ല. സമുദ്രത്തിൻ്റെ അടിയിൽ വസിക്കുന്ന പൈശാചിക ശക്തികൾ, അധോലോകത്ത് വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ, ഭൂമിയുടെ ഉപരിതലത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ, രണ്ടാം സ്വർഗത്തിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ, ഇവ മുഴുവനും ചേർന്ന് നിങ്ങളുടെ വട്ടത്തിലോട്ടെടുക്കും. ഈ മണ്ഡലത്തിലോട്ട് വരും. ഇവിടെയാണ് യുദ്ധം നടക്കുന്നത്. യുദ്ധം നടക്കുന്നത് രണ്ടാം സ്വർഗത്തിലുമല്ല, യുദ്ധം നടക്കുന്ന ഭൂമിക്ക് അടിയിലുമല്ല, പാതാളത്തിലുമല്ല, യുദ്ധം നടക്കുന്ന സമുദ്രത്തിലുമല്ല. യുദ്ധം നടക്കുന്നത് നിങ്ങളുടെ വട്ടത്തിലാണ്, നമ്മുടെ വട്ടത്തിലാണ്. ഈ ഹെബ്ബാൾ ഏരിയയിൽ നടക്കും. നിങ്ങളോടുള്ള യുദ്ധം ഈ ഹെബ്ബാൾ ഏരിയയിലുള്ള ഈ മണ്ഡലത്തിലാണ് നടക്കുന്നത്. യവനോട് യുദ്ധം ചെയ്യേണ്ടത് കൊണ്ട് ആരും ദൂരെ എങ്ങും പോകേണ്ട കാര്യമല്ല. ഇവിടെ ഇരുന്ന് യുദ്ധം ചെയ്യാൻ കഴിയും. ഭൂമിയിൽ ചില ഇടങ്ങളിൽ അവൻ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ഭൂമിയിൽ ചില ഇടങ്ങളിൽ അവൻ ചിലപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യും. ആ ഇടങ്ങളിലേക്ക് ദൈവം ചിലരെ അയക്കും. ഓൺ ദ സ്പോട്ട് പ്രയർ എന്നൊക്കെ അതിനെ വിളിക്കും. ആ ഇടങ്ങളിലേക്ക് ചിലരെ അയക്കും. ദൈവത്തിൻ്റെ കൈ ശാശ്വത ഭുജങ്ങൾ കീഴേ ഉണ്ട്. മനസ്സിലായോ? ശാശ്വത ഭുജങ്ങൾ കീഴേ ഉണ്ട്. ഈ ഭുജത്തിൻ്റെ പ്രത്യേകത മാറത്തില്ല. ഇത് ശാശ്വതമാണ്. സ്തോത്രം. യേശുവേ, ആ ശാശ്വത ഭുജങ്ങളിൽ ഞാൻ സഭയെ ഏൽപ്പിക്കുക. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ, യുദ്ധം തുടങ്ങിയില്ല, നമ്മൾ യുദ്ധം തുടങ്ങാൻ പോവാ. യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ പോകട്ടെ. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ ശാശ്വത ഭുജങ്ങളിൽ സഭയെ ഞാൻ ഏൽപ്പിക്കുക. വ്യക്തികളെ ഞാൻ ഏൽപ്പിക്കുക. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ഉറമാന, മക്കകച്ച, കടത്താര, ഹൽബദേന, രംഗകണ്ടി, കരുത്തവട്ടി, പരമത്താര, കല്ലകണ്ടി, കരുമനത്തെ, പതക്കകാര, കടുമനത്തെ, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. ചുറ്റിലും ദൂതഗണങ്ങളുടെ കാവലുണ്ട്. ഒരെണ്ണം തൊടത്തില്ല. ഇവൻ തൊടുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ രാത്രിയിലത്തെ സെക്ഷനിൽ ചിലപ്പോൾ കയറിയേക്കും. ഇവൻ തൊടുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് രാത്രിയിലത്തെ സെക്ഷനിൽ ചിലപ്പോൾ നമ്മൾ കയറിയേക്കും. നമ്മളാരും പ്രതീക്ഷിക്കാത്തിടത്തോടെയൊക്കെ ഇവൻ വരുന്നേ. നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവിയൊക്കെ ഇവൻ എടുക്കും. ഇതിലെയൊക്കെ ഇവൻ കയറുന്നത്. ഞാൻ അങ്ങോട്ട് വരിക. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. കീഴെ ഒരു ശക്തിയും വരത്തില്ല, ഒന്നും വരത്തില്ല. ചുറ്റിലും ദൂതന്മാരുടെ കാവലുണ്ട്. ലെയർ ആഫ്റ്റർ ലെയർ, ലെയർ ആഫ്റ്റർ ലെയർ ദൂതന്മാരുടെ കാവൽ. മീതെ
സ്നേഹത്തിൻ്റെ കൊടി. എൻ്റെ മീതെ സ്നേഹത്തിൻ്റെ കൊടി പിടിച്ചു. ഒന്നും തൊടത്തില്ല. ഇന്ന് പകൽ ദൈവമക്കൾ ദൈവസന്നിധിയിൽ സ്ഥിരതയുള്ളവരാ. പിശാച് തൊടത്തില്ല. നാം ദൈവിക കാവലില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ദൈവിക കാവലില്ല. യേശുവിൻ്റെ നാമത്തിൽ സഭ ദൈവിക കാവലില്ല. യേശുവിൻ്റെ നാമത്തിൽ യുദ്ധവീരന്മാരായ ജേതാക്കൾ ദൈവത്തിന്റെ കാവലില. കീഴെ ശാശ്വത ഭുജം, വട്ടത്തിൽ ദൈവദൂതന്മാർ. ഊരിപ്പിടിച്ച വാളുള്ളവരുണ്ട്. പലയിനം ദൂതന്മാരുണ്ട്. പലയിനം ദൂതന്മാർ. നമ്മളിവിടെ പല പ്രാവശ്യം തൊട്ടിട്ടുണ്ട്. പാസ്റ്റർ അനിയും കുഞ്ഞ് ഇവിടെ വന്നപ്പോൾ പണ്ടൊരിക്കൽ പറഞ്ഞ ഒരു വാചകം, ദാനിയേലിനെ കൊണ്ട് സിംഹങ്ങളുടെ ഗുഹയിലിട്ടു. പിറ്റേ ദിവസം രാവിലെ രാജാവ് അവിടെ ചെന്നു, ദാനിയേലേ, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ എന്നൊരു വിളി വിളിച്ചു. എന്തോന്ന് ദാനിയേല് താഴേന്ന് വിളി കേട്ടു. സിംഹങ്ങൾ നിനക്ക് കേടൊന്നും ചെയ്തില്ലേ? ദാനിയേലിൻ്റെ മറുപടി, ദൈവം തൻ്റെ ദൂതനെ അയച്ചു സിംഹങ്ങളുടെ വായടച്ചു. അനികുഞ്ഞു പാസ്റ്ററുടെ ചോദ്യം, ഇതെൻ്റെ ആശയമല്ല, അനികുഞ്ഞിൻ്റെ ചോദ്യമാണ്. അനികുഞ്ഞിൻ്റെ ചോദ്യം, ദൈവത്തിൻ്റെ ദൂതന്മാർ വന്ന് സിംഹങ്ങളുടെ വായ പിടിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ഈ നാറ്റം സഹിച്ച് നിൽക്കാനാ? സിംഹങ്ങളുടെ ഗുഹ എപ്പോഴും നാറുന്നതാണ്. ഇവന്മാരുടെ വായടച്ച് പിടിച്ചോണ്ട് നിൽക്കാന് അവർ പറഞ്ഞോ, ദൂതൻ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. പകരം ദൂതൻ ഈ സിംഹങ്ങളെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഒരു പ്രസംഗം പറഞ്ഞ് കാണും. അനിയൻകുഞ്ഞിൻ്റെ അഭിപ്രായമാണ്. ഒരു പ്രസംഗം പറഞ്ഞു കാണും. സിംഹങ്ങളെ കേട്ടു. ഒരല്പസമയം കഴിയുമ്പോൾ ഉപവാസം ഇരുന്ന് പട്ടിണി കിടന്ന് എല്ലും തോലുമായ ദാനിയേൽ എന്നൊരാളിനെ ഇങ്ങോട്ട് കൊണ്ടിടും. നിങ്ങൾക്ക് വേണേ കടിച്ച് തിന്ന്, പക്ഷെ നിൻ്റെയൊക്കെ വായിൽ എല്ലു കൊള്ളുക അല്ലാതെ അധികം മാംസമൊന്നും പുള്ളിക്കില്ല. പുള്ളി ഉപവാസ വീരനാ. തൊടാതെ മാറിയിരുന്നേക്കാമെങ്കിൽ നാളെ രാവിലെ രാജഭോജനം കഴിച്ച് കൊഴുത്ത് തടിച്ച ഒരു പറ്റത്തെ ഇങ്ങോട്ടിട്ട് തരാം. അവന്മാരെയാ വേണ്ടതെങ്കിൽ രാത്രി മിണ്ടരുത്. ദാനിയേൽ ഇപ്പം വരും, മിണ്ടരുത്. ദാനിയേലിനെ ആണെങ്കിൽ നിൻ്റെ വായിൽ അണ്ണാക്കിൽ എല്ലു കൊള്ളുകയേ ഉള്ളൂ, കാര്യമായിട്ടൊന്നും തിന്നാൻ കാണുകയില്ല. സിംഹങ്ങളെല്ലാം ഇവിടെ പറഞ്ഞ് ഏത് മണ്ടനാ പിന്നെ ഇതിനെ കടിക്കാൻ പോകുന്നത്? നാളെ രാവിലെ മറ്റേത് വരുമെന്ന് ഉറപ്പാണെങ്കിൽ ഷുവറാ, ദൈവം വാക്ക് പറഞ്ഞാൽ മാറത്തില്ല. അതുകൊണ്ടാണ് ദാനിയേൽ ചെന്നപ്പോൾ പേരെന്നാന്ന് പോലും ഒരു സിംഹം ചോദിക്കാതെ മാറിക്കിടന്നതെല്ലാം കൂടെ. പറഞ്ഞതുപോലെ തന്നെ ദാനിയേലിൻ്റെ അടുക്കൽ രാജാവ് ചെന്നു. നിനക്ക് കേടൊന്നും ഇല്ലയെന്ന് വെച്ച് പറഞ്ഞ് ദൈവം തൻ്റെ ദൂതനെ അയച്ചു സിംഹങ്ങളുടെ വായടച്ചു. വായടയ്ക്കുവാൻ വേണ്ടി സംസാരിക്കുന്ന ദൂതന്മാർ ചിലപ്പോൾ ഇറങ്ങി വരും. രാജാവ് പറഞ്ഞ് ദാനിയേലിനെ ഇനി കയറ്റിയേക്കാൻ പറഞ്ഞ് കയറ്റി. എന്നിട്ട് ദൂതന്മാർ പറഞ്ഞ് നടത്തി കൊടുക്കണ്ടേ? ആ രാജ കൊട്ടാരത്തിലുള്ള ദാനിയേലിനെതിരെ കംപ്ലൈൻറ്റ് പറഞ്ഞ കൊഴുത്ത് തടിച്ച പട്ടാള വീരന്മാരെ പിടിച്ചകത്തോട്ടിട്ട് കൊടുത്തു. സിംഹത്തിനിരിക്കട്ടെ, ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട ദൂതൻ ഇറങ്ങി വരും. ലെവൽ ആഫ്റ്റർ ലെവൽ, ലെവൽ ആഫ്റ്റർ ലെവൽ, ലെവൽ ആഫ്റ്റർ ലെവൽ. ദൈവം ചിലതിൻ്റെ ചെവി കേടാക്കും, കേൾവി ഇല്ലാതാക്കും. ചിലതിൻ്റെ കണ്ണു കുരുടാക്കും. ദൂതൻ ചുറ്റും നിൽക്കുമെന്ന് പറഞ്ഞാൽ ഒരു ലെയറല്ല, ഒരുപാട് മൾട്ടി ലെയറുകളാ. ഒരു പക്ഷേ ഏറ്റവും വെളിയിലത്തെ ലെയറിൽ ഊരിപ്പിടിച്ച വാളുള്ള ദൂതനായിരിക്കാം. അതിനെ കടന്നകത്തോട്ട് വരുന്നവനെ എടുത്തു കളയുവാൻ, ചിലതിനെ മിണ്ടാതെയാക്കുവാൻ, ചിലതിൻ്റെ കണ്ണടയ്ക്കുവാൻ, ചിലതിൻ്റെ ചെവി അടയ്ക്കുവാൻ ദൂതഗണങ്ങളുടെ കാവൽ യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്ക് ഇരിക്കട്ടെ. ദൂതഗണങ്ങളുടെ കാവൽ. ചുറ്റിലും ദൂതന്മാർ. കീഴെ ശാശ്വത ഭുജം, മുകളിൽ സ്നേഹത്തിൻ്റെ കൊടി, വട്ടത്തിൽ ദൂതന്മാർ. ഇന്ന് പകൽ ഒരു ദൈവബദലിനെ വിപരീതമായി തൊടുവാൻ കഴിയാതെ വണ്ണം കാവൽ തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. പിശാചേ, ഞങ്ങൾക്കിതറിയാം. ഞങ്ങളുടെ അറിവുകളിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പിശാച് ചെയ്തത്. നമ്മുടെ അറിവുകളിനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ നാളുകളിൽ പിശാച് ചെയ്തത്. ഇല്ല പിശാചേ, ഞാൻ സഭയുമായി പങ്കുവെക്കുക. എൻ്റെ കീഴെ ശാശ്വത ഭുജം, എൻ്റെ മുകളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കൊടി, എൻ്റെ ചുറ്റും ദൂതന്മാരുടെ കാവൽ. ഒരു വലിയ ആത്മീക വലയത്തിനകത്ത് ദൈവം എന്നെ ആക്കി. പ്രീ ആഡമിക് ജനറേഷൻ, ഏലിയൻസ്, വീണുപോയ ശക്തികൾ വരുന്ന ഒന്നും എന്നെ തൊടാതെ വണ്ണം ദൈവത്തിൻ്റെ കാവൽ എനിക്ക് തന്നു. ഞാൻ ദൈവിക കോട്ടയ്ക്കകത്താ. ഇന്ന് പകലെ കോട്ടയ്ക്കകത്താ ഇരിക്കുന്നതെന്നൊന്ന് കാണാൻ നോക്കൂ. നമ്മുടെ ഹൃദയത്തിലെ കണ്ണുകൊണ്ടൊന്ന് കാണാമോ? ഞാൻ ദൈവിക കോട്ടയ്ക്കകത്താ ഇരിക്കുന്നത്.
ഞാൻ ദൈവിക കോട്ടയ്ക്കകത്താണ് ഇരിക്കുന്നത്. ഈ കേൾവി ചെവിയിൽ നിന്ന് പോകരുത്. ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ വിട്ടു നമ്മൾ പറയുന്നുണ്ട്. നോ, ഇതിൻ്റെ അകത്ത് ഒരു വസ്തുവായി മാറട്ടെ. നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. വിശ്വാസം എന്നത് ഒരു സബ്സ്റ്റൻസാണ്. എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ മലയാളത്തിൽ വിട്ടുപോയ ഒരു പദമാണ് നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. ആ സബ്സ്റ്റൻസ് എന്നുള്ള പദം മലയാളത്തിൽ വിട്ടുപോയി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമെന്നാണ് മലയാളത്തിൽ വേദപുസ്തകത്തിൽ. പക്ഷേ ഇംഗ്ലീഷിൽ അത് എഴുതിയിരിക്കുമ്പോൾ ഒരു പദം എക്സ്ട്രാ ഉണ്ട്. നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. വിശ്വാസം എന്നതൊരു വസ്തുവും. വിശ്വാസം എന്നതൊരു മാനസിക അനുഭവമായിട്ടാണ് നമ്മൾ സാധാരണ കണക്കാക്കുന്നത്. നോ, അതൊരു വസ്തുവായി ഉരുത്തിരിയണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസം ഒരു വസ്തുവായി ഉരുത്തിരിയണം. തൊടാവുന്നതായി, സ്പർശിക്കാവുന്നതായി. ടാഞ്ചിബിൾ പ്രസൻസ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. സ്പർശിക്കാവുന്ന ദൈവ സാന്നിധ്യം. അതുപോലെ സ്പർശിക്കാവുന്ന ഒന്നായി നമ്മുടെ വിശ്വാസം മാറണം. ഇന്ന് പകരം അങ്ങനെ എൻ്റെ വിശ്വാസം ഒന്ന് മാറ്റണേ കർത്താവേ എന്ന് പറയാം. ഈ കാവലിനകത്താ നിങ്ങൾ. അതുകൊണ്ട് ഒരു ശക്തി തൊടത്തില്ല. എല്ലാ കണ്ണുകളും ഒന്നും അടച്ചു. കർത്താവേ, ഞാൻ ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ശാശ്വത ഭുജങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ ചുറ്റുമൊരു കോട്ടയാ, ഉറപ്പുള്ള കോട്ടയാ, മതില. ദൂതന്മാരുടെ കാവലുണ്ട്. അങ്ങയുടെ അഗ്നി ഞങ്ങൾക്ക് കാവലാ. തീ മതിലുകളുണ്ട്. ദ ലോർഡ് ഈസ് മൈ ഫോർട്രസ്. യഹോവ എൻ്റെ കാവല. പരിശുദ്ധാത്മാവെൻ്റെ കാവല. പിതാവെൻ്റെ കാവല. യേശു എൻ്റെ കാവല.